ഇതിന്മേ ഒരു 70-80 ആ റേഞ്ചിൽ ലോൺ കയറും. 98,000 വണ്ടിക്ക് 80,000 ലോൺ കയറും. ഒരു 10,18,000-20,000 മുടക്കിൽ ആൾട്ടോ 80 രൂപ എങ്ങനെയാലും കൊടുക്കും. 2011 മോഡൽ കേട്ടോ. 11 മോഡലാണ്. 11 മോഡൽ AC പവർ സ്റ്റാരിങ് ഒക്കെ അല്ലേ വണ്ടി. 1.35 കേട്ടോ നമുക്ക് കൊടുക്കാം. 1.35 A-Star 2011 കൊടുക്കാം. ഇവിടെ ചോദിച്ചാല് ₹2 കീപ്പട്ട് വണ്ടി ഇട്ടാണ് നമുക്ക് 1.85 നമ്മൾ ചോദിക്കണുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആകെ 70-60-70 ഒക്കെ ഓടിയ സിംഗിൾ ഓണർ റീപ്രൈസ് കാര്യമൊന്നുമില്ല. നമുക്ക് 2.55 പുതിയ പേപ്പർ എടുത്ത് കണ്ടിട്ടോ. 5 വർഷം പേപ്പർ എടുത്ത് കാണ്ട് നമുക്ക് നിയോ2 വണ്ടി ഇട്ടോ. വണ്ടി കൊടുക്കാം. 2,55,000 ചോദിക്കുന്നുണ്ട്. അതിൽ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. 3 ലക്ഷം രൂപ ലോണും കൊടുക്കാം. 48,000 അല്ലെ 40,000 മുടക്കിലൊക്കെ സ്വിഫ്റ്റ് 13 മോഡൽ കൊണ്ടാകാം. 13 ലാസ്റ്റ് മോഡല് 1.14 കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ. നമ്മളങ്ങനെ ഏകദേശം ഒരു 2-3 ആഴ്ചന് ശേഷം മലപ്പുറം പാണായുള്ള മലപ്പുറം മോട്ടോഴ്സിലെ വീട് എത്തിക്കുന്നത്. കണ്ടമാന വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണോ. ചെറുവണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത്. 100 കണക്കിന് ചെറുവണ്ടികളുണ്ട്. ഫുള്ളോ വണ്ടികളുടെ ഏകദേശം വണ്ടികളൊക്കെ ഉള്ളത്. അൾട്ടോളൊക്കെ ഏകദേശം ഒരു 10-80 മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട്. നമ്മളെ കൂടുതൽ ഓണറായ റഷീഖ് നമ്മുടെ വീട്ടിലേക്ക് അല്ലേ അതാണ് ആ ലൊക്കേഷൻ പറഞ്ഞത് തന്നെ. ഇത് മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ 5 കിലോമീറ്റർ ആണ് ഇവിടേക്ക് വരുന്നത്. മലപ്പുറം മോട്ടോഴ്സ് ആണ് കടന്റെ പേര്. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. സൗദിപ്പടിയാണ് സ്ഥലപ്പേര്. മലപ്പുറം മഞ്ചേരി റോഡില് പാണായി സൗദിപ്പടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. ഗൂഗിളില് മലപ്പുറം മോട്ടോഴ്സ് കിട്ടുമല്ലോ. അതെ, പിന്നെ നമ്പറിലും ആണെങ്കിലും വിളിച്ചാല് ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ അത് വിട്ടുകൊടുക്കും. ചിലപ്പോ വിളിക്കണ നേരത്തെ തന്നെ ഇട്ട് കൊടുക്കാൻ ചിലപ്പോ നമ്മള് ഡ്രൈവിങ്ങിലോ കാര്യമൊക്കെ എങ്ങനെയായാലും പോലെ നമ്മള് എഴുതിക്കാണ്ട് നമുക്ക് ഓർക്ക് വേണ്ട 90% ചെയ്തു കൊടുക്കും. അല്ലെ നമ്പറിൽ വിളിച്ചോട്ടെ. രാത്രി ആണെങ്കിലും വയലാണെങ്കിലും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കും. ഒരുവിധ ആൾക്കാരൊക്കെ പറയും ഓല് മെയിൻറ്റെയിൻ ചെയ്യില്ല. നമ്മള് 90% നമ്മള് വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. എന്നാലും നമ്മള് കഴിയുന്ന പരമാവധി നമ്മളെ വാട്സപ്പില് മെസ്സേജ് അയച്ചോളി. എന്തായാലും റിപ്ലൈ വരും. 4 നമ്പർ ഉണ്ട്. കാറ്റലോഗ് നമ്പർ അരുണാണ്. അരുണിലെ കാറ്റലോഗിൽ ആയിട്ട് കഴിഞ്ഞാൽ ലൊക്കേഷനും ഡീറ്റെയിൽസും ഫുള്ള് വണ്ടികളുടെ ഡീറ്റെയിലും കാര്യമൊക്കെ കിട്ടും. അരുണ് പറഞ്ഞ 667 ലാസ്റ്റ് നമ്പർ ഉണ്ടാവും. എത്ര മുതൽ വണ്ടി തുടങ്ങുന്നുണ്ട്? ഇത് ഇവിടെ 50,000 മുതലൊക്കെ AC പവർ സ്റ്റാരിങ്ങിന്റെ വണ്ടികളുണ്ട്. സാൻഡ്രോ ആൾട്ടോകള് അങ്ങനത്തെ ഒക്കെ പിന്നെ കുറെ ചെറുവണ്ടികൾ അടുത്ത ആഴ്ചയിലൊക്കെ കയറാനുണ്ട്. വലുതും കയറാണ്ട് ചെറുത് ഏത് വണ്ടിയാ അവനെ ഉദ്ദേശിക്കണേ അത് നമ്മൾ സെറ്റ് ആക്കി കൊടുക്കും. ഫുൾ ഓൺ ഉണ്ട്. 7 സീറ്റ് ഉണ്ട്. ഇന്നോള 5 ലക്ഷം മുതൽ 12 മുതൽ ഒരു 6-7 ലക്ഷം രൂപ. ഈ വണ്ടിയൊക്കെ ഇനി വരാണ്ട്. പോളീസുകളുണ്ട്. ചെറുവണ്ടി ആൾട്ടോകള് സ്വിഫ്റ്റുകള് റിഡ്സുകള് ഡിസൈറുകൾ ഏതാ വേണ്ടി ഓരോ അതിന് വന്നോട്ടെ. അതെ, ഒക്കെ വീഡിയോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മുടെ ചാനലിൽ കാണുന്ന മറക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ആദ്യത്തെ അടിപൊളി ഓഫറിലേക്ക് കൊടുക്കാം. ആളുകൾ വന്ന വില കുറച്ച് കൊടുക്കാം. അതാണ് വലിയ ഓഫറാണ്. കിട്ടിക്കാച്ചി വണ്ടി. എന്താ വണ്ടി നോക്കി നല്ല സെറ്റപ്പ് വണ്ടി. ടയറ് കാര്യം ഒക്കെ ഒക്കെ ഉള്ള വണ്ടിയില 2011 മോഡൽ കേട്ടോ. 11 മോഡലാണ്. 11 മോഡൽ AC പവർ സ്റ്റാരിങ് ഒക്കെ അല്ലേ വണ്ടി. 1.35 കേട്ടോ നമുക്ക് കൊടുക്കാം. 1.35 A-Star 2011 കൊടുക്കാം. നല്ല സെക്കൻഡ് ഓണർഷിപ്പ്. 1.14 ഓട്ടം. കിടിലം വണ്ടി. സീറ്റർ ഉഷാറാണ്. എല്ലാം കൊണ്ട് ഉഷാർ വണ്ടി. എല്ലാം കൊണ്ട് അടിപൊളി. ഒന്നും നോക്കാണ്ടാവില്ല. വണ്ടിയാ എടുക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. എഞ്ചിൻ റൂം കാര്യമൊക്കെ പക്ക വണ്ടി. ടയറുകള് എല്ലാം അലവിലുമായിട്ട് വീൽ കപ്പ് എന്താ നോക്കി ഞങ്ങള് സാധനം ഇല്ലാത്ത നല്ല വണ്ടി. A-Star ചോദിക്കുന്നവർക്കാണെങ്കിൽ ചെറിയ പൈസക്ക് കൊണ്ടുപോകും. 1,30,000 എന്തേലും നെഗോഷ്യബിൾ ആയിട്ട് ലോൺ മാക്സിമം ഉറുപ്പ്യാന്റെ ലോണും കയറും. 20,000-30,000 മുടക്കി നമുക്ക് കൊടുക്കാം. 10-16 മൈലേജ് കിട്ടും. ഇത് കെ സീരീസ് തന്നെ. മൈലേജ് ഉണ്ടാവും. അടുത്തണ്ട് അടിപൊളി വാഗണർ ആയാലോ. ഇത് അടിപൊളി വാഗണർ 2014 VXI വണ്ടി കേട്ടോ. 14 VXI ഒന്നിന്റെ താഴത്തേക്ക് ഓട്ടം. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടി. നമ്മള് 2.90 ചോദിക്കണം കേട്ടോ. ചോദിക്കുന്നതാണ് വണ്ടിക്ക്. നമുക്ക് ഓഫർ അടിച്ച് കൊടുക്കാണ് പെരുന്നാളായിട്ട് എല്ലാ വണ്ടികളും. എല്ലാ പെരുന്നാളും ഓഫറിലല്ലേ. നല്ല അടിപൊളി സീറ്റാറ് കാര്യൊക്കെ എന്താ വണ്ടിയൊക്കെ. VXI കേട്ടോ.
VXi കിടിലം വണ്ടിയിലെ ഇതിലെ വണ്ടി 14 മോഡൽ കേട്ടോ. 3,10 മാർക്കറ്റിലെ വണ്ടി നമ്മൾ കൊടുക്കണം കേട്ടോ. അത് വില കുറച്ച് കൊടുക്കും. വില കുറച്ചാ കൊടുക്കണം. 3ന്റെ കീപ്പട്ട് 2,90 കേട്ടോ. റീപ്ലേസ് കാര്യമൊന്നുമില്ല. 1ന്റെ താഴത്തേക്ക് ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ചോദിക്കണ 2,90. അതെ അതെ. ലോൺ എത്ര കയറും? ലോണ് നമുക്കൊരു 2 റുപ്യ എങ്ങനെയാലും ഗ്യാരണ്ടിയിൽ കൊടുക്കാം. മാക്സിമം ഏകദേശം നോക്കിയിട്ട് പിന്നെ പ്രൊഫൈലിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അതും ഗ്യാരണ്ടി ആണല്ലേ. അടുത്താണല്ലോ കിടുക്കാച്ചി കിളിക്കുഞ്ഞു വണ്ടിയില കിടുക്കാച്ചി പറഞ്ഞ ഇങ്ങനത്തെ തവേര കണ്ടുകൊണേ കായത് ആ ജായി ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി ഉള്ള തവേരല ഞങ്ങളുടെ വളരെ നോക്കിയ ടച്ചിങ് ഇല്ലാത്ത വണ്ടി. ടച്ചപ്പ് ഇല്ലേ? എന്താ 4 ടയറ് കാര്യം ഒക്കെ ഈ ജായി വണ്ടിയാൽ തവേരയിൽ നിങ്ങൾ 2015 നോക്കി ദുനിയാവിന്ന് കിട്ടാത്ത വണ്ടിയാണ്. ജായി വൃത്തിയില്ല വണ്ടി. ഇത് കിലോമീറ്റർ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. 1000 കിലോമീറ്ററിൽ ഒരാളെടുത്ത് ഇപ്പൊ 2ാമത്തെ ഓണർ ആയിട്ടുള്ളൂ. 1.45 ഓട്ടം കാര്യൊക്കെ ഉള്ള വണ്ടി. നല്ലൊരു ഒരു കാക്ക കൊണ്ടുവന്നതിന്റെ തനി പ്രൈവറ്റ് വണ്ടി കേട്ടോ. വരെ ആക്കാത്ത വണ്ടി. തവേര ചോദിക്കുന്നവർക്കാണ് സ്കൂൾ ട്രിപ്പ് കാര്യമുള്ളവർക്കൊക്കെയാണ് വണ്ടി വേഗം വന്നവർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഈ പുതിയ വണ്ടികളാണ് ഇപ്പൊ നമ്മള് വീഡിയോ ഫസ്റ്റ് പാർട്ടിൽ കാണിക്കണ്ടേ. ഫസ്റ്റ് പാർട്ടിയിൽ കാണിക്കണത് വേഗം ആവശ്യക്കാർ വന്നട്ടെ. പിന്നെ ആ വിറ്റോ വെച്ചാൽ നിക്കണ്ട. എത്ര ഇത് നമുക്ക് 2.55 പുതിയ പേപ്പർ എടുത്ത് കണ്ടിട്ടോ. 5 വർഷം പേപ്പർ എടുത്ത് കാണ്ട് നമുക്ക് നിയോറ്റു വണ്ടി കേട്ടോ. വണ്ടി കൊടുക്കാം. 2,55,000 ചോദിക്കൊണ്ട് അതിൽ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. വലിയൊരു വ്യത്യാസം. പക്ഷെ വണ്ടി രാജായി വണ്ടിയാ. അതെ ഗ്യാരണ്ടി വണ്ടിയാണല്ലേ. ഗ്യാരണ്ടി വണ്ടി. ലോൺ കയറുന്നാല് ലോണ് ഇതിപ്പോ വണ്ടികൾക്ക് ലോണും ചെയ്ത് കൊടുക്കാം. നോക്കാം നമുക്കല്ലേ. കസ്റ്റമർ മാക്സിമം ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഒരു അൾട്ടോന്റെ കായ്ക്കല്ലേ 10 പോകാൻ പറ്റിയ വണ്ടി. 10 പോകാൻ പറ്റൂലേ? 10, 12 ഒക്കെ ആൾക്കാർക്ക് അതിനനുസരിച്ചൊക്കെ കുത്തി വളച്ച് പോകാം. അതാണ് പറഞ്ഞല്ലേ. ഡീസൽ ആകുമ്പോ മൈലേജ് കിട്ടും. ഡീസൽ ആകുമ്പോ ഇത് എങ്ങനെ ഒരു 15ന്റെ മോൾക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് ഡീസലിൽ കിട്ടുന്ന വണ്ടിയാണ്. കിട്ടുന്ന വണ്ടിയാണ്. കിടലം വണ്ടിയില്ലേ? ഇതിലും വണ്ടി. അതെ. അടുത്ത വണ്ടി അടിപൊളി സ്വിഫ്റ്റ്. പഴയ മോഡലിൽ നല്ല വണ്ടി ആയിക്കുന്നവർക്കാണ് ഇത് കൊണ്ടോ. 13 മോഡൽ നല്ല VDI വണ്ടി. ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള വണ്ടി. വീഡിയോ ആണല്ലേ. നല്ല വണ്ടി. ഫാൻസി നമ്പറൊക്കെ 80-90 നമ്പർ ഉണ്ടല്ലേ. നല്ല അടിപൊളി വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ടച്ചിങ്ങും കാര്യമൊന്നും 1.14 സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ. ഓടിയുണ്ട്. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ടൈമിംഗ് ചൈന് കാര്യമൊക്കെ മാറിയതാണ്. മാറിയ കിടിലം വണ്ടിയാണ്. 4 ഡോർ വിൻഡോ ഡീസലിൽ വരുന്ന വണ്ടി കേട്ടോ. ഡീസൽ വരും. പഴയ മോഡൽ 12-13 റൈസറൊക്കെ സ്വിഫ്റ്റ് വയ്ക്കുന്നവർക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഏത് വർക്ക്ഷോപ്പിൽ നമ്മൾ പറയുന്ന കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ എടുത്താൽ മതി. ആദ്യം പൈസ തരാതെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അതാ നമ്മളെ എല്ലാ വണ്ടിയാക്കില്ല നമ്മളെ ഗ്യാരണ്ടി. ഏത് വണ്ടിയാണെങ്കിലും ഓല് വന്ന് ഓല അറിയുന്ന നാട്ടിലാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം. ഓല അടിക്കേണ്ടി വരുന്നുള്ളൂ. ഇവിടൊക്കെ വർക്ക്ഷോപ്പുണ്ട്. ഇവിടെ എവിടെയും വേണമെങ്കിൽ അങ്ങനെയും കാണിച്ചു കൊടുക്കാം. ഏത് വേണമെങ്കിലും. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ഇത് നമ്മള് 3,48,000 ചോദിക്കണത്. കുറച്ച് കൊടുക്കാം. നമുക്ക് ഏകദേശം ഒരു 3 ലക്ഷം റുപ്യ ലോണും കൊടുക്കാം. 48,000 റുപ്യക്ക് അല്ലെ 40,000 മുടക്കിലൊക്കെ സ്വിഫ്റ്റ് 13 മോഡൽ കൊണ്ടാകാം. 13 ലാസ്റ്റ് മോഡല് 1.14 കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ല. റീപ്ലേസ് കാര്യമൊന്നും ഇല്ലാത്ത VDI കൊണ്ടാകാം. ഗ്യാരണ്ടി വണ്ടി. ഒരു 10 രൂപ മൈലേജും കിട്ടും. 20 ഗ്യാരണ്ടിയിലും മൈലേജും കിട്ടും. എന്തായാലും കിട്ടും. എന്തായാലും. അടുത്ത വണ്ടി അടിപൊളി അൾട്ടോസ് ഗോൾഡൻ കളറാണ്. നമ്മളിപ്പോ എന്താ വെച്ചാൽ എല്ലാ വണ്ടികളും ഓരോന്നോരോന്ന് ചെയ്യാന്നുള്ളൂ. എല്ലാ വണ്ടി ഉണ്ടല്ലോ. ഫോർഡ് ഫിഗോ ഡീസൽ ഉണ്ട്, അമേസ് ഉണ്ട്. അവിടെ ഏത് ഐറ്റം വണ്ടി വേണമെങ്കിലും വിളിച്ചോട്ടെ. ഇത് അൾട്ടോ 2011 മോഡൽ അൾട്ടോ ഗോൾഡൻ കളർ LXi ആണ്. LXi. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 3ാമത്തെ ഓണറാണ്. 2-3ാമത്തെ ഓണറായിട്ടാണ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ടയറ് കാര്യമൊക്കെ വൃത്തിയുള്ള റീപ്ലേസ്മെന്റും കാര്യമൊന്നും ഇല്ലാത്ത വണ്ടി. കിടിലം വണ്ടി. സീറ്റൊക്കെ ഉഷാറാക്കി. അത് ന്യൂ മോഡലാ വരിക. ഡാഷ്ബോർഡ് സീറ്റൊക്കെ മാറും. ഒക്കെ മാറും. പുതിയ മോഡല് 11-12 വരുന്ന മോഡല്. മറ്റേ പഴയ സീറ്റൊക്കെ ഇവിടെ ഇങ്ങനെ പകുതി ആയിട്ടാ വരിക. പിന്നെ ഡാഷ്ബോർഡ് ഡിജിറ്റൽ മീറ്റർ ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇതിലും വണ്ടി പറഞ്ഞാൽ പണിയും കാര്യങ്ങളൊന്നുമില്ല. 2011-26 അടുത്ത കൊല്ലം റിന്യൂവൽ വരുന്നുള്ളൂ. വലിയ വേറെ പൈസ റിന്യൂവലിന് വേറെ പൈസ ബോഡിമ ഒന്നും ചെയ്യാനില്ല. മെക്കാനിക്കലും ചെയ്യാൻ പേപ്പർ കഴിഞ്ഞു. ഏകദേശം ഒരു കൊല്ലം ഉണ്ടേനെ. അടുത്ത കൊല്ലം 26 വരുന്നേ.
വരുന്നില്ലേ? അപ്പൊ നമുക്ക് ഇത് നമ്മൾ 20 ചോദിക്കണത് LXI 11 മോഡല് 1.20 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കുക. ചെറിയ എന്തെങ്കിലും വ്യത്യാസം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 75,000 റുപ്യന്റെ അൾട്ടോ ആണ് LXI ഉണ്ട്, 70,000 റുപ്യന്റെ അൾട്ടോ ഉണ്ട്, 85,000 റുപ്യന്റെ 90,000 റുപ്യന്റെ അൾട്ടോ ഒക്കെ അവിടെ ഷോറൂമിലുണ്ട്. നാളെയും മറ്റന്നാളും 2-3 അൾട്ടോകൾ വരാറുണ്ട്. ചെക്കന്മാറ്റിലും ഏകദേശം നമുക്ക് കുറെ പറയാണ്ട്. അപ്പൊ നമുക്ക് ഏത് അൾട്ടോ ആണെങ്കിലും വിളിച്ചോട്ടെ. ഇതിന്റെ വിലയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് 1.20. ലോണ് നമുക്ക് ഏകദേശം ₹1 ലോൺ കൊടുക്കട്ടെ. 20,000 റുപ്യക്ക് LXI കേരളത്തിൽ കൊടുക്കും. അതാ അടിപൊളി ഓട്ടോമാറ്റിക്കിനാണല്ലോ. ചെറിയ ഓട്ടോമാറ്റിക് ചോദിക്കുന്നവർക്ക് പറ്റിയ ഫുൾ ഗ്യാരണ്ടി സിംഗിൾ ഓണർ വണ്ടി. ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം. നല്ല വണ്ടി പറഞ്ഞാൽ 100% തേഞ്ഞ വണ്ടി. ഓട്ടോമാറ്റിക്കലി നാല് വെക്കൊണ്ടോ ഓൾക്ക് ധൈര്യമായിട്ട് കൊണ്ടോ. ടയറൊക്കെ മിഞ്ഞാന്നിട്ട് 2 ടയർ മുന്നിൽ പുതിയ ഇട്ടാട്ടോ. ബാക്കിൽ 30% ടയർ ഉണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ആകെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി. ഞാൻ ഓട്ടോമാറ്റിക് ചോദിക്കുന്നവർക്കാണ് വേഗം വന്നോളി വണ്ടി കൊണ്ടുപോകും. അടിപൊളി വണ്ടിയില്ല. പിന്നെ എല്ലാരും രണ്ടിന്റെ നെറൂലൊക്കെ ചോദിക്കണ വണ്ടി നമ്മള് നല്ല ഓഫറിലാണ് കൊടുക്കണം. എവിടെ ചോദിച്ചാലും ₹2 കീപ്പറ്റ് വണ്ടി ഇട്ടാണ്. നമുക്ക് 1.85 നമ്മൾ ചോദിക്കണുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആകെ 70, 60, 70 ഒക്കെ ഓടിയ സിംഗിൾ ഓണർ. റീപ്രൈസ് കാര്യമൊന്നും ഇല്ലാത്ത കേൾപ്പത്തിലുള്ള വണ്ടി കേട്ടോ. മലപ്പുറം വണ്ടി ചോദിക്കുന്ന 1.85 കുറച്ച് കൊടുക്കുവോ? പിന്നെ നാനോ ട്വിസ്റ്റ് മറ്റേ ഉണ്ട് കേട്ടോ. 1.10, 1.20 ഒക്കെ ഉണ്ട്. 16 ഒക്കെ ഉണ്ട്. അതെ ഞാനേത് വേണമെങ്കിലും വന്നോട്ടെ. ആൾക്ക് 1.10 ഡിക്കി ഓപ്പൺ ഉള്ള വണ്ടി തന്നെ. എല്ലാ വണ്ടിയും ഒക്കെ ഫുൾ ഓപ്ഷൻ വണ്ടികളാണ്. 1.25 വണ്ടിയാണെങ്കിൽ ഫുൾ ഓപ്ഷൻ ഞാനുണ്ട്. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, വേറെ ഒക്കെ ഉണ്ട്. അപ്പൊ 1-2 ഒക്കെ ഇതിൽ കാണിക്കോളൂ. ഇത് ലോണ് മാക്സിമം പ്രൊഫൈലിനനുസരിച്ച് ഞാൻ കമ്പനി നിർത്തിയതുകൊണ്ട് നമ്മള് ഇത്ര കയറുന്ന നമ്മൾക്ക് അറിയില്ല. പ്രൊഫൈലിനനുസരിച്ച് പറ്റുന്ന മാതിരി നമുക്ക് ചെയ്തോ. 2017 മോഡലാട്ടോ. 15, 16 ഒക്കെ പോട്ടെ ₹2 ചോദിക്കുന്നു. ആ വണ്ടിയാണ് നമ്മൾ 17 മോഡല്. കുറഞ്ഞ കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടി കൊടുക്കും. മൈലേജ് ഏകദേശം ഗ്യാരണ്ടി ഇതിൽ തന്നെ മീറ്ററിൽ കാണിക്കും ഓട്ടോമാറ്റിക്കലി. ഒരു 18, 19, 20 ഉള്ളിലേക്ക് ഇങ്ങനെ കൂട്ടിയാൽ മതി. 24 കമ്പനി അറിയുന്നത്. 18 കൂട്ടിക്കോളി. വെറുതെ തോന്നിട്ട് ഇല്ല. ഏകദേശം 18ന്റെ മോൾക്കല്ല കീപ്പട്ട് വരും. ഓട്ടോമാറ്റിക് ഞാൻ മറ്റേതൊക്കെ ആണെങ്കിൽ 20ന്റെ മോൾ കിട്ടും. മാനുവല് ചോപ്പ് കളർ ഇപ്പൊ ചെറിയ ടച്ചിങ് ചെയ്ത് വരിക. പോളിഷ് പരിപാടിയൊക്കെ ചെയ്യാണ്ട് കുട്ടപ്പനാക്കി 2028 വരെ പേപ്പറിൽ ആൾട്ടോ LXI കൊടുക്കാം. ചെറിയ വില 1ന്റെ താഴത്തേക്ക് ₹98 കൊടുക്കട്ടോ. ₹98 നല്ല വണ്ടി. പോളിഷ് പരിപാടിയൊക്കെ ചെയ്തിക്കാണ്ട് ഇപ്പൊ ചളിയാണ്. അതൊന്നും നോക്കണ്ട. കുട്ടപ്പനാക്കി പോളിഷ് ഒക്കെ ചെയ്ത് ഇത്രയും കൂടി ഉണ്ടാവും വണ്ടി. പരിപാടിയാ കഴിച്ചു. ഗ്യാരണ്ടി ഉണ്ട്. സീറ്റുകാരൊക്കെ ചെയ്യോ? സീറ്റാറ് കാര്യമൊക്കെ ചെയ്യും. ഒക്കെ ചെയ്ത് കൊടുക്കൂല. അതെ ചൊറുക്കാക്കി കൊടുക്കും. ചൊറുക്കാക്കി നല്ല അടിപൊളിയുണ്ട്. ₹98 വണ്ടി കൊടുക്കും. ₹98 ഓടിക്കുന്നത് ഇത് കറക്റ്റ് നോക്കാം. ഇപ്പഴാ വന്നിട്ടുള്ളു. രണ്ടാമത്തെ ഓണറാ. ഓണറ് ഞാൻ നോക്കട്ടെ. ഓട്ടം കിലോമീറ്റർ ഒക്കെ നോക്കിട്ട് അതിന്റെ മട്ടം പോലെ ആൾക്കാർ വന്ന മാക്സിമം പറഞ്ഞു കൊടുക്കും. അതെ റീപ്ലേസ് കാര്യമൊന്നുമില്ല. മേജർ ആക്സിഡന്റ് ഒരു പരിപാടിയില്ല. ലോണ് കയറുമ്പോ വണ്ടി ലോണ് ഇതിമേ ഒരു 70-80 ആ റേഞ്ചില് ലോണ് കയറും. ₹98 വണ്ടിക്ക് ₹80,000 ലോണ് കയറും. ഒരു 10-18,000 20,000 മുടക്കിൽ ആൾട്ടോ ₹80 എങ്ങനെയാലും കൊടുക്കാമല്ലേ? ഒരു 10-18 എന്തായാലും മര്യാദ കിട്ടൂലേ? ധൈര്യം പറഞ്ഞു. AC ഫാസ്റ്റ് സ്റ്റാരിങ് ഒക്കെ വർക്കിംഗ് ആണ്. ഉള്ള വണ്ടിയില്ലേ? അടുത്ത ആൾട്ടോ 800 ആൾട്ടോ 800 2013 മോഡൽ കേട്ടോ. 13 LXI. ഇത് നമുക്ക് ഒരു അൾട്ടോന്റെ പൈസ കൊടുക്കാൻ പറ്റിയ ₹130 കൊടുക്കട്ടെ. അതാ 2013 വണ്ടി. ഒരു സാധാ അൾട്ടോന്റെ പൈസ കൊടുക്കാം. റീപ്ലേസ് കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഇല്ലാത്ത വണ്ടി. 130 കേട്ടോ. കിലോമീറ്റർ ഏകദേശം 130 ലോണും കൊടുക്കട്ടോ. ഫുൾ ലോണ്. ഓടിക്കണത് 80 സംതിങ് കിലോമീറ്റർ. AC മാത്രമേ വരുള്ളൂ കേട്ടോ. പവർ സ്റ്റാരിങ് ഉണ്ടാവില്ല. കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു ആൾട്ടോ 800 കണ്ട് ഉപയോഗിക്കല്ലോ. ഏകദേശം ഫുൾ ലോൺ വണ്ടികൾക്ക് കൊടുക്കും ചെയ്യാലോ. ചെയ്യാലല്ലേ? പവർ സ്റ്റാരിങ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ₹2 വണ്ടിയാണ്. അപ്പൊ ഇത് 1.30 നമ്മള്
വണ്ടി കൊടുക്കണ്ടേ? അത് ഫുൾ ഓൺ ആണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 80 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡോ? ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ റീപ്ലേസ് കാര്യമൊന്നുമില്ല. ബാറ്ററി പറ്റി പുതിയത് ഇതൊക്കെ ഇന്നലെ വന്നാട്ടോ. പുതിയ വീഡിയോ ആണ്, കാണുന്നതിന്റെ മുന്നേ പോകും. ഒരാഴ്ച കഴിയുമ്പോ പെരുന്നാൾ ഓഫറിൽ കൊടുക്കാം. പിന്നെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. 2013 റീപ്ലേസ് ഇല്ലാത്ത വണ്ടി, 80 ഓടിയ വണ്ടി. ടയറ് കാര്യമൊക്കെ ഫുൾ കട്ടോ, ഫുൾ കട്ട ടയറാണ്. നല്ല വണ്ടി. അടുത്ത വണ്ടി നല്ല അടിപൊളി കിടിലം കിട്ടില്ല കിടിലം കിഡ് എങ്ങനെ മോഡൽ? 2016 മോഡൽ കേട്ടോ. 16 മോഡല് കിട്ടാണല്ലേ? കിഡ് ഫുള്ളോൺ കേട്ടോ. ഇത് ഫുള്ളാണോ? ഒരു പൈസ മുടക്കാത്ത ജാതി കൊടുക്കും. പൈസ മുടക്കാതല്ല, അടിപൊളി ഒരു വെറൈറ്റി പച്ച കളറ്. ആകെ നമുക്ക് ചെറിയ പൈസ ഒക്കെ കൊടുക്കണം കേട്ടോ. കിഡൊക്കെ ചെറിയ പൈസ കൊടുക്കാം. 1 MB കിഡ് 2016 കിഡ് കൊടുക്കും. 1 MB 16 മോഡല്. 16 മോഡൽ കിഡ്. RX ആണല്ലേ? RXL എല്ലാ ആദ്യമേ വണ്ടി RXL ഉണ്ട്. വേറെ പണികൾ വേറെ പണിയും കാര്യമൊന്നുമില്ല. ഫുള്ളോൺ 180 ലോണും കൊടുക്കാം. 2016 മോഡല്. ടയറ് കാര്യമൊക്കെ ഫുള്ള് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ആകെ 70 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 18 കിലോമീറ്റർ എങ്ങനെയായാലും മൈലേജ് കിട്ടും. അടുത്തല്ല അടിപൊളി 10 പോകാൻ പറ്റിയ കോളീസ്. അത് മലപ്പുറം വണ്ടിയിലെ മലപ്പുറം കേൽപ്പത്തിലുള്ള വണ്ടി. എങ്ങനെ മോഡൽ? ഇത് 2000 മോഡലാണ്. 2000 മോഡല് കിട്ടിക്കാച്ച വണ്ടി. കിടിലം വണ്ടിയില? കിടിലം വണ്ടി. 10 പോകാൻ പറ്റും. ഓടിച്ചിട്ട് എന്തേലും അനങ്ങിയിട്ടില്ല. അങ്ങാജായി വണ്ടി. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഒക്കെ ഉണ്ട്. 2000 മോഡൽ 2000 മോഡല് പറഞ്ഞാല് നമ്മള് പുതിയ പേപ്പർ എടുത്തുകാണ്ട കൊടുക്കാണ്. 5 വർഷം പേപ്പർ ഉണ്ടാവും. 5 വർഷം എന്ന് പറഞ്ഞാല് പുതിയ ഇൻഷൂർ 10,000 റുപ്യ അടക്കും. ഓടിക്കണ ഇതൊന്നും ഓട്ടം നോക്കണ്ടത്. എത്ര ഓടിയാലും ഒരു പ്രശ്നമില്ല. പോളീസല്ല. അങ്ങനെ വെച്ചിട്ടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ട്. സൺറൈസ് കാര്യമൊക്കെ ഉണ്ട്. AC പവർ സ്റ്റാരിങ് ഒക്കെ വണ്ടി. പുതിയ ഇൻഷൂർ 10,000 റുപ്യ അടച്ചു കൊടുക്കും. പുതിയ ടാക്സ് നമുക്ക് 5 കൊല്ലത്തിന് അടച്ചു കൊടുക്കും. പുതിയ റിനീവൽ എടുത്തു കൊടുക്കും. എല്ലാം എടുത്തേക്കാണ്ട് നമുക്ക് 160 വരെ ചെറിയ അൾട്ടോന്റെ കായ്ക്ക കൊടുക്കും ചെയ്യും. അൾട്ടോന്റെ കായ്ക്ക് 10 സീറ്റ് പോളീസ് കൊടുക്കാം. അതും ഗ്യാരണ്ടി വണ്ടി. സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. 10 പോവുകയും ചെയ്യാം. 5 കൊല്ലം പേപ്പറിൽ വണ്ടിട്ടോ. ഓണർഷിപ്പ് ഇത് നോക്കണം. 2-3 കറക്റ്റ് വേണമെങ്കിൽ നോക്കാം. ആ ലെവലിലാണല്ലേ? അതിൽ തന്നെ ഉണ്ടാവും കോപ്പി. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? അങ്ങനത്തെ ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. ബാറ്ററി പെട്ടിയും കാര്യം ഇതൊക്കെ ദമ്മല്ല വണ്ടിയാണ്. പേപ്പർ ഒരൊറ്റ മിനിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. നോക്കിട്ട് പറഞ്ഞു. ഇൻഷുറൻസ് 26 1-ാം മാസം വരെ ഉണ്ട്. പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് ഒരു കൊല്ലത്തിനല്ല കിട്ടുക. പിന്നെ RC ഇതിലുണ്ട്. RC ഉണ്ട് കേട്ടോ. ഇത് 3-ാമത്തെ കേട്ടോ. നിലവിൽ ഓണർഷിപ്പ് ഉള്ളല്ലേ? നല്ല വൃത്തിയുള്ള അടിപൊളി ഉണ്ടല്ലേ? അടിപൊളി ഉണ്ട് കേട്ടോ. ഇതുപോലെ ലോൺ വരില്ലല്ലോ? ലോൺ ഇതൊക്കെ ചെറിയ അൾട്ടോന്റെ പൈസ. അൾട്ടോനെ കായ്ക്ക് 1,60,000 റുപ്യ 10 പോകാൻ പോളീസിന് കൊടുക്കാം. പേപ്പർ എടുത്ത് 5 വർഷം പേപ്പർ എടുത്തോണ്ട് 10-30,000 റുപ്യ പേപ്പറിന് തന്നെ വരും കേട്ടോ. ഒക്കെ ക്ലിയർ ആക്കി. ഇൻഷൂർ 10-9 സംതിങ് വരും. ടാക്സ് നമ്മള് പുതിയ അടച്ചു കൊടുക്കും. ക്ലിയർ ആക്കി കൊടുക്കും. ഒക്കെ ക്ലിയർ ആക്കി. ഡീസൽ മൈലേജ് കിട്ടും. ഡീസല് എങ്ങനെയാലും അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. നമ്മള് കൊണ്ടുവന്നിട്ടില്ല. ഒരു 15 കിട്ടൂലേ? അതൊക്കെ കിട്ടണ്ടേ. എന്തായാലും കിട്ടാൻ. അടുത്ത വണ്ടി അൾട്ടോ 800. അൾട്ടോ 800 16-17 അവിടെ യാർഡിലുണ്ട്. 14 മോഡലാണ്. 14 മോഡല് അൾട്ടോ 800 ആണ് ഈ കിടക്കുന്നത്. LXI 1-ന്റെ താഴെ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് കാര്യമൊന്നുമില്ല. നമുക്ക് 190 കേട്ടോ. 1,90,000 റുപ്യ കൊടുക്കാം. ഏകദേശം 190 180 ഒക്കെ ലോണും ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് ഇല്ലാത്ത അൾട്ടോ 800 കേട്ടോ. അതും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ നല്ല വണ്ടി. 1,90,000 റുപ്യ. അതെ അതെ. ഫുൾ ഓൺലി. 2014 എവിടുന്ന റേഞ്ചിൽ കിട്ടൂല കേട്ടോ. റീപ്ലേസ് ഇല്ലാത്ത 1-ന്റെ താഴത്ത് കൂടി അന്വേഷിച്ചോട്ട് എന്നിട്ട് വന്നാൽ മതി. നമ്മളെ തോണ പൊട്ടിച്ചല്ല. വെറുതെ എല്ലാരും യൂട്യൂബിലെ പറയുന്ന തൊള്ളർന്ന് വെറുതെ അത് ഇതും പറയാറ്. അന്വേഷിച്ചിട്ട് പോന്നാ മതി. 2014 റീപ്ലേസ് ഇല്ലാത്ത സർവീസൊക്കെ ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി 190 180 190 ലോൺ കൊടുക്കാൻ പറ്റിയ 14 മോഡൽ LXI. അതും ഫുൾ ഓൺ ആണ്. അല്ലെങ്കിൽ 14 മുടക്കിൽ ഇറക്കാൻ പറ്റില്ല. അതും ഗ്യാരണ്ടി. ടയറ് കാര്യമൊക്കെ ഉണ്ട്. ഒക്കെ ചെക്കിങ് ഒക്കെ പരിപാടി കഴിഞ്ഞിട്ട് കൊണ്ടുപോയി. അതാണ്. അതാണ് അടിപൊളി
സിംഗിൾ ഓണർ പോളോ 2011 ഐലൈന് ഏറ്റവും ഫുള്ളോട് വണ്ടി 11 സിംഗിൾ ഓണർഷിപ്പ് ഫസ്റ്റ് കമ്പനി സർവീസ് 1.18 ഓട്ടോ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. അങ്ങനത്തെ പോളോ ചോദിക്കുന്നവർക്കാണ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയൊരു വണ്ടി. പറ്റുവണ്ടില്ല 11 മോഡല് ഫുള്ളോട് കേട്ടോ. ഫുള്ളോട് വണ്ടില്ലേ ഉള്ളൊക്കെ തുറന്ന് വീഡിയോ എടുത്ത് കൊടുക്കുക. വണ്ടി ഇന്റീരിയറും കാര്യം നല്ല വൃത്തിയുള്ള വെള്ള കളർ കളർ വണ്ടി ചോദിക്കൊണ്ടോ അതാ കൊടുക്കാം. പോളാണ് ഏതാ സീറ്റർ ഏറ്റവും ഫുള്ളോട് കേട്ടോ. ഐലൈനാണ് ഓടിക്കണ എത്ര അറിയോ? ഓടിക്കണ 1.18 കറക്റ്റ് കമ്പനി സർവീസ് ഇല്ല. ഫസ്റ്റ് ഓണർ വണ്ടി ഫസ്റ്റ് ഓണർ കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ മലപ്പുറം വണ്ടി KL 55 കേട്ടോ. 71 ഫാൻസി നമ്പറും ഉണ്ട്. എത്ര വില? 2.45 ചോദിക്കുന്നുള്ളൂ. 2,45,000 റുപ്യൊക്കെ പോളോ സിംഗിൾ ഫുള്ളോട് വണ്ടി കൊടുക്കാം. ഫുള്ളോട് വണ്ടി കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് മാക്സിമം എത്ര പോലെ പ്രൊഫൈലിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. 2 റുപ്യ എങ്ങനെ ആയാലും ലോൺ കയറും. 40,000 മുടക്കിൽ പോളോ 5 റുപ്യ ഡീസൽ ആകുമ്പോൾ നല്ല മൈലേജ് നല്ല മൈലേജ് 10-18 മൈലേജ് കിട്ടും. 18 ഒക്കെ ഗ്യാരണ്ടി കിട്ടും. കിട്ടുമല്ലേ? അടുത്തോണ്ടല്ല അടിപൊളി റെഡ്സുകളാണല്ലേ? റെഡ്സുകള് പറയണ്ടേ. നമ്മളിപ്പോ ഒരു ഡീസൽ അറിയണത് പെട്രോൾ ആണ്. ഏതാ വണ്ടി വെച്ച് പറഞ്ഞു കൊടുക്കാനല്ല. ആദ്യത്തെ വീഡിയോയിൽ ഓരോരോ വണ്ടി ഇങ്ങനെ കൊള്ളിക്കാൻ നിർത്തിയിട്ട് ഇത് 2014 ഡീസല് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഡീസൽ വണ്ടി VDI നല്ല അടിപൊളി വണ്ടിയില്ല. അടിപൊളി സീറ്റാറ് കാര്യൊക്കെ ഒക്കെ ഉഷാർ വണ്ടിയില്ല. ഉഷാർ വണ്ടിയാണ്. വലിയൊരു ഓണർ ഒന്നും ആയിട്ടില്ല. സിംഗിളോ സെക്കൻഡോ ഒരൊറ്റ മിനിറ്റ് പേപ്പർ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ ഓരോന്ന്. ഇത് രണ്ടാമത്തെ ഓണർ 14 മോഡൽ കേട്ടോ. 14 10 മാസം വണ്ടി VDI ഡീസൽ. കിലോമീറ്റർ കിലോമീറ്റർ 1.18 കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഇല്ലാണ്. ചാവി ഇട്ടാലേ കറക്റ്റ് അറിയുള്ളൂ. 1.20 താഴെയുള്ളൂ. എങ്ങനെയായാലും ഗ്യാരണ്ടിയാണ്. ആരെയും റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ല വണ്ടി. ഇത് നമുക്ക് 3.35 3,35,000 അവര് 2.25-3 ലെവൽക്ക് ലോൺ ലോൺ മാക്സിമം ധൈര്യമായിട്ട് അതെ. അതേമാതിരി പെട്രോൾ അത് ഒരു 3.20 14 മോഡല് ഇതും കൊടുക്കാം. സിൽവർ കളർ അതും കടുപുത്തൻ ടയറ് കാര്യങ്ങളൊക്കെ 2014 തന്നെയാണ് VXI 70 ജില്ലാനോടിയ സിംഗിൾ ഓണർ കേട്ടോ. അത് സിംഗിൾ ഓണർ. ഇത് VXI അത് ഡീസൽ VDI. വ്യത്യാസം മാത്രമല്ല. പിന്നെ ഇനി കുറഞ്ഞ വേണമെങ്കിൽ ഡീസൽ റെഡ്സുകൾ അവിടെ ഉണ്ട് 2 റുപ്യ റേഞ്ചിലൊക്കെ. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ആണെങ്കിൽ വിളിക്കുമ്പോ പറഞ്ഞോട്ടെ. അപ്പൊ അതാണെങ്കിൽ അത് കൊടുക്കും ചെയ്യും. ഇത് ലിമിറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതായത് ലിമിറ്റഡ് എഡിഷൻ വണ്ടി. നമ്മളെ കേരളത്തിലുള്ള വണ്ടി തന്നെ. ഇത് മലപ്പുറം 30-40 നമ്പറും. അതെ നല്ല സ്പോർട്സ് നമ്പർ. ഇതിനെത്ര വയ്ക്കണ്ടേ? ഇത് നമുക്ക് 3.20 കൊടുക്കാം. അത് 3.30 കൊടുക്കാം. ഒക്കെ ലോൺ കയറും. ഏകദേശം ഒരു 10-50 റുപ്യ റേഞ്ചിൽ കൊടുക്കാം. വണ്ടി ആർക്കും ചെയ്യാം. അടുത്ത വണ്ടി കുറഞ്ഞ വില അടിപൊളി ഇയോൺ ഏകദേശം 2011-12 വണ്ടിയാണ്. നിങ്ങളെ ഇതിൽ എത്ര റുപ്യ വില ഉണ്ടാവും? ഒരു 1.5 ലക്ഷം. 1.5 ഒന്നും വേണ്ട. നമുക്ക് 1.10 ചോദിക്കണുള്ളൂ. 1.10 ലോണും കൊടുക്കാം. 1,10,000 11-12 ഗ്രേ കളർ നല്ല വൃത്തിയില്ല സെക്കൻഡ് ഓണർ വണ്ടി കൊടുക്കാം. ഇത് AC ഫാസ്റ്റ് സ്റ്റാരിങ് വണ്ടി 1.10 ലോണും കൊടുക്കട്ടെ. ഒരു ഉറപ്പില്ലാതെ വന്നാൽ നമുക്ക് വണ്ടിയാ കൊടുക്കാം. പൈസ മുടക്കാതെ ചെറിയ മുടക്കിലുള്ള വണ്ടി. എല്ലാരും 5-6 ലക്ഷം റുപ്യാന്റെ ഒക്കെ പൈസ മുടക്കാതെ. ഇത് അങ്ങനത്തെ വണ്ടിയല്ല. ചെറിയ മുടക്കില് ചെറിയ മുടക്കില് ഫുൾ ഓൺ വണ്ടിയില്ല. 1.10 ചോദിക്കണേ. എന്തേലും പൊട്ടിച്ചു കൊടുക്കും. 11 മോഡല് 12 സ്റ്റാരിങ് ഒക്കെ വർക്കിംഗ് ഇല്ല. സെക്കൻഡ് ഓണർ വണ്ടി. അതും ഗ്യാരണ്ടി റീപ്ലേസ് ചെയ്യാതെ. ആദ്യത്തെ വീഡിയോ കാണുമ്പോ ഈ ഏകദേശം ഈ വണ്ടികളൊക്കെ പോകും. ഫുള്ളാണ് വിൽക്കണം. അങ്ങനത്തെ ഓഫർ വിലകളാണ്. അതെ 1.10 ചോദിക്കണ്ട. അത് ഫുൾ ഓൺ മുടക്കാതെ 10-12 മൈലേജ് ഇല്ലേ? 18-20 അടുത്ത് മൈലേജ് എന്തായാലും കിട്ടും. അടുത്തോണ്ടല്ല അടിപൊളി സെലാറിയ ഓട്ടോമാറ്റിക് ആണ്. സിൽവർ കളറിലെ ഓട്ടോമാറ്റിക് ഗ്രേ കളർ. ഇത് നമുക്ക് ഫസ്റ്റത്തെ വീഡിയോത്തെ ലാസ്റ്റത്തെ വണ്ടി ആട്ടോ. ലാസ്റ്റത്തെ സെലാറിയാണല്ലേ? അതെ നല്ല ഓട്ടോമാറ്റിക് വണ്ടി ആട്ടോ. ഓട്ടോമാറ്റിക് ഒക്കെ ഏത് വേണമെങ്കിലും പറ്റുന്നുണ്ടോ. വേറെയൊക്കെ ഏതാ വേണ്ടി വെച്ച് ആൾട്ടോകളൊക്കെ ചവറുമാതിരി അടുത്ത ആഴ്ചയിൽ വരാണ്ട്. അപ്പൊ ഞമ്മക്ക് എന്താ വെച്ചാല് ആദ്യത്തെ വീഡിയോ കൊണ്ട് കുറെ ഒന്നും നമ്മൾ കാണിക്കണില്ല. കുറഞ്ഞ വണ്ടികൾ മാത്രമേ കാണിക്കണു. ഏത് വണ്ടി വേണമെങ്കിലും ഈ യാർഡിലും ആ യാർഡിലും വണ്ടി ചെറുവണ്ടികളാ ഫുള്ളില്ലത്. അതെ ഏത് വണ്ടിക്ക് വേണമെങ്കിലും വിളിച്ചോട്ടെ. ഈക്കോകള് നാനുകള് അൾട്ടോകള് അൾട്ടർണർ 1.5 റുപ്യാന്റെ ഡീസൽ വണ്ടികള് ഏതെങ്കിലും
നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വണ്ടികള് ഉണ്ട്. ആൾക്കാർ ആവശ്യപ്പെടുന്ന വണ്ടികള് നമ്മളെ കൊണ്ട് കഴിയണ നമ്മള് സെറ്റാക്കി കൊടുക്കും. അപ്പൊ ഇത് ലാസ്റ്റ് വണ്ടി കൊണ്ട് ഇനി അടുത്ത വീഡിയോ കാണുമ്പത്തിനൊരു 1 മാസമൊക്കെ ആവും, 15 ദിവസമൊക്കെ. അപ്പൊ ഇതിനെന്താ വെച്ചാൽ ഏത് വേണമെങ്കിലും അത് വിളിച്ചോട്ടെ. ഇത് 3.5 റുപ്യ 60 ജില്ലാനും കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ 2016 ഓട്ടോമാറ്റിക്. 16 ഓട്ടോമാറ്റിക് ആണ്. 3 ലക്ഷം 3.5 റുപ്യ. 3 റുപ്യ ഫുൾ ഓൺ കൊടുക്കും. ഫുൾ ഓൺ ഏകദേശം ഫുൾ ഓൺ കിട്ടും. ഒരു 10-20 റുപ്യ വണ്ടിയാ, കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60 ജില്ലാനും കറക്റ്റ് കമ്പനി സർവീസ്, സിംഗിൾ ഓണർ, നല്ല അടിപൊളി സീറ്റ് അവർ കാര്യമൊക്കെ നല്ല ടോപ്പ് വണ്ടി, ടോപ്പ് ക്ലാസ് ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് കൊണ്ടുപോകാം. പിന്നെ കിഡ് വേണമെങ്കിൽ കിഡ് ഓട്ടോമാറ്റിക് ഉണ്ട്, നാനകൾ ഓട്ടോമാറ്റിക് ഏത് വേണമെങ്കിലും വാഗനറൊക്കെ ഉണ്ട് കേട്ടോ. ഏതാ വണ്ടി വിളിച്ചോട്ടെ. ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റിയ നല്ല വണ്ടികൾ. ലോൺ എത്ര കയറുന്നാല്? ലോണ് നമുക്ക് മാക്സിമം ഒരു 320, 330, 10-20 റുപ്യ ഉണ്ടെങ്കിൽ എങ്ങനെ 20,000 റുപ്യ സാലറി ഓട്ടോമാറ്റിക് കൊണ്ടുപോകല്ലേ? ആളുകൾ വന്നാൽ മാത്രം മതി. മാക്സിമം ഫുൾ ഓൺ. മാക്സിമം ഫുൾ ഓൺ ആക്കി. എത്ര മൈലേജിന് പെട്രോൾ ആകുമ്പോ? 16, 18, കെ സീരീസ് മൈലേജ് എന്തായാലും കിട്ടും. എന്തായാലും. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലിലേക്ക് കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നോക്കണം. അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി കാണാം.